പ്രതിപക്ഷ മുന്നണിയായ UDF വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. UDFന് ഇതുപോലെ തുടരാൻ കഴിയുമോ എന്ന ചോദ്യം വരെ ഉയർന്നു കഴിഞ്ഞു. UDFിലെ പ്രധാന ഘടകകക്ഷി കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളാണ്, ക്രൈസ്തവ സഭയിലെ അംഗങ്ങളാണ്. നിരുപാധിക പിന്തുണയാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് കിട്ടുന്നത്. അത് ഇനി തുടരുമോ എന്ന ചോദ്യം ഉയരുന്നു. മുസ്ലിം ലീഗ് UDFിന്റെ ഘടകകക്ഷിയാണ്. UDFിന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് UDFിൽ തുടരാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എല്ലാം കോൺഗ്രസിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. പ്രശ്നം മറ്റൊന്നുമല്ല, വഖഫ് നിയമ ഭേദഗതിയാണ്. ലോക്സഭയിൽ ഈ സമ്മേളന കാലത്ത് തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും സഹകരിക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പക്ഷെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കണം എന്ന് തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല എന്ന്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്, UDF മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നത് KCBC കേരള കാത്തോലിക് ബിഷപ്സ് കൗൺസിൽ, അതോടൊപ്പം തന്നെ CBCI കാത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എടുത്ത നിലപാട് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് സംഘടനകളും ആവശ്യപ്പെട്ടിരിക്കുന്നത്, KCBCയും CBCIയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബില്ലിനെ, BJP കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നാണ്. കേരളത്തിലെ MPമാരോട് ആവശ്യപ്പെട്ടു KCBC. ദേശീയ തലത്തിൽ CBCI ആവശ്യപ്പെട്ടു MPമാരോട് വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്ന്. ദേശീയ തലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഒരാശയക്കുഴപ്പവുമില്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പവുമില്ല. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും. എല്ലാ ശക്തിയും ഉപയോഗിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും എതിർക്കും ഇടതുപക്ഷം എന്ന് CPIM നേതാക്കളും ഇടതുപക്ഷ കക്ഷി നേതാക്കളും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും ദേശീയ തലത്തിൽ അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്, എതിർക്കുക എന്ന നിലപാട്. അതിൽ മാറ്റം വരുത്തിയാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് അത് തിരിച്ചടിയാകും. സംസ്ഥാനത്ത് കോൺഗ്രസിനെ എല്ലാ കാലത്തും പിന്തുണക്കുന്ന സഭ പിണങ്ങും. സഭ അനുകൂലികൾ, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ അകന്നു പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. ഇപ്പോൾ തന്നെ ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പൊതുവെ ഒരു BJP അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. അത് കോൺഗ്രസിന് വലിയ ക്ഷീണം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ കോട്ടയം, എറണാകുളം ജില്ലകളിൽ പ്രകടവുമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട് പോയതോടുകൂടി വലിയ തിരിച്ചടി പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്. ഇപ്പോഴിതാ ക്രൈസ്തവ സഭ കൂടി കോൺഗ്രസിനെ എതിരെ നിന്നാൽ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകന്നാൽ ഇപ്പോഴുള്ള ശ്വാസം പോലും നിലച്ചു പോകും. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഇനിയിപ്പോൾ അനുകൂലിച്ച് വോട്ട് ചെയ്താലോ മുസ്ലിം ലീഗിന് UDFിൽ തുടരാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് എതിർത്ത് വോട്ട് ചെയ്യാൻ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ MPമാർ ബഹുഭൂരിപക്ഷവും വിജയിച്ചു പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൂടി നേടിയിട്ടാണ്. വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കാരണം മുസ്ലിം സമുദായത്തിന്റെ വോട്ടാണ്. കേന്ദ്രത്തിൽ BJPയെ അകറ്റി നിർത്താൻ കോൺഗ്രസിനെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണം, കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന പ്രഖ്യാപനം ശിരസാവഹിച്ച് ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഇത്രയും അംഗങ്ങളെ പാർലമെന്റിൽ, ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്, UDFിന്. അതേ കോൺഗ്രസ് മറിച്ച തീരുമാനത്തിലേക്ക് എത്തിയാൽ, മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് എതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാക്കും എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴലുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. മുനമ്പം സമരത്തിന് ചാടിക്കേറി പിന്തുണ പ്രഖ്യാപിക്കുകയും അവിടെ ചെന്ന് മുനമ്പം സമരത്തിന് അനുകൂലമായി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തു കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ. അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. നിലപാട് കൃത്യമായി പറഞ്ഞു പോകാതെ, എന്താണ് വസ്തുത എന്ന് പഠിക്കാതെ തീരുമാനമെടുക്കുകയും ചാടിക്കേറി അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലം
ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പോംവഴി എന്താണ്? ബഹളം വെച്ച് ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതോടൊപ്പം ബില്ലിൽ ഭേദഗതി നിർദ്ദേശിക്കുക, ചില വകുപ്പുകൾക്ക് എതിരെ വോട്ട് ചെയ്യുക, ചില വകുപ്പുകളെ അനുകൂലിക്കുക. അങ്ങനെ അനുകൂലിച്ചും എതിർത്തും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിനോട് മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമാണ്. മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി, ക്രൈസ്തവ സഭയെ കൂടെ നിർത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും കോൺഗ്രസിന് എന്ന ചിന്തയാണ് ഇപ്പോഴുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എം പി ആയ ഫ്രാൻസിസ് ജോർജ് മുനമ്പത്ത് ചെന്ന് സമരപ്പന്തലിൽ ചെന്ന് പ്രഖ്യാപിച്ചിരുന്നു BJP കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കും എന്നും. അത് പിന്നീട് വലിയ ചർച്ചയായി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പമുണ്ട്, UDF-നകത്ത് ആശയക്കുഴപ്പമുണ്ട്. എന്ത് തീരുമാനമെടുക്കും എന്നറിയാതെ ആകെ കുഴങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമില്ല. ബില്ലിനെ എതിർത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കും എന്ന ഉറച്ച നിലപാട് ദേശീയ തലത്തിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അത് സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പവുമില്ല. എന്ത് ചെയ്യും കോൺഗ്രസ്, എന്ത് ചെയ്യും മുസ്ലിം ലീഗ് എന്ന ചർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. CBCIയുടെയും KCBCയുടെയും തീരുമാനത്തെ തള്ളാനും കഴിയില്ല കോൺഗ്രസിന്. അതേപോലെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. KCBC നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് ഇപ്പോൾ അറിയുന്നത്.